അപ്പോൾ കോഴിക്കോടിനെ വളരെ ശ്രദ്ധയോടെ തന്നെ ബി സംസ്ഥാന നേതൃത്വം കാണേണ്ട ഒരു സമയമായെന്നാണ് തോന്നുന്നത്. കാരണം ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോഴിക്കോട് നഗരമേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അടുത്ത കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു വമ്പൻ മുന്നേറ്റം തന്നെ BJPക്ക് അവിടെ സാധ്യമാകും എന്നുള്ളതാണ് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി. പിന്നെ കോഴിക്കോട് ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമല്ല എന്നൊക്കെ ചില ആളുകൾ സംശയിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുസ്ലിം ജനസംഖ്യ വളരെ ശക്തമായിട്ടുള്ള സ്ഥലം തന്നെയാണ് കോഴിക്കോട്. പക്ഷേ അങ്ങനെയാണെങ്കിലും കോഴിക്കോടിലെ നഗരപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴും ഒരു ഹിന്ദു പോപ്പുലേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഹിന്ദു ഭൂരിപക്ഷ മേഖലയാണ് കോഴിക്കോട് നോർത്ത് മണ്ഡലമൊക്കെ. അതുകൂടാതെ തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിൽ ഇപ്പോഴും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൽ നിന്ന് ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുകയാണെങ്കിൽ അത് LDF-നും ഒരു വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗ് കേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയം അവിടെ നിൽക്കുന്നു. UDF രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ തന്നെ മുസ്ലിം ലീഗ് കേന്ദ്രീകൃതമാണ്. ഇനി ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകൾക്കൊക്കെ വളരെ സ്വാധീനമുള്ള പ്രദേശമാണ് കോഴിക്കോട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടുള്ള ഒരു കൗണ്ടർ പോളറൈസേഷൻ CPM-ന് എതിരെ കൂടി വരുമ്പോൾ അത് BJPക്ക് ഒരു വലിയ നേട്ടമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ തന്നെയാണ്. ഇപ്പം ജാതിയും മതവും പറയരുതെന്നൊക്കെയാണ് പറയുന്നതെങ്കിലും എല്ലാ പാർട്ടികളും ഇതൊക്കെ നോക്കി തന്നെയാണ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM-ൻ്റെ ഹിന്ദു വോട്ടുകൾ ചോരുന്നത് പാർട്ടി തന്നെ ഇപ്പോൾ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം ഹിന്ദു വിരുദ്ധ നിലപാടുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഒപ്പം നിർത്തുന്നില്ല എന്നുള്ളൊരു പ്രതീതി ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ അതിലൊരു കറക്ഷൻ CPM-ഉം LDF-ഉം നടത്തിയില്ലെങ്കിൽ വലിയൊരു തിരിച്ചടി തന്നെയായിരിക്കും കോഴിക്കോട് ഉൾപ്പെടെയുള്ള മേഖലയിൽ, പ്രത്യേകിച്ച് നഗരമേഖലയിൽ നേരിടാൻ പോകുന്നത്.